people of Basel Villages are just wow, helping each other and making this place a better place to live with lots of love and support for each other. പ്ലക്കാർഡ് പിടിച്ച് ഷോപ്പിംഗ് മാളിനുള്ളിൽ ഇങ്ങനെ വിളിച്ചു പറയാൻ തുടങ്ങിയത് രാവിലെയാണ്. സഹജീവികളെ സഹായിക്കാൻ എല്ലാവരും മുന്നിട്ടിറങ്ങണം. ആദ്യം ഒരു കൗതുകത്തോടെ ചിലർ നോക്കി നിന്നു. പക്ഷേ മണിക്കൂറുകൾക്കുള്ളിൽ കഥ മാറി. ദുബായ് വാസൽ വില്ലേജിലെ വീട്ടമ്മമാരാണ് ദുരിതബാധിതർക്ക് സഹായം എത്തിക്കാൻ മുന്നിട്ടിറങ്ങിയത്. ഷോപ്പിംഗ് മാളിൽ എത്തിയവരും കേട്ടറിഞ്ഞവരും വാസൽ വില്ലേജിലെ താമസക്കാരും കട്ടയ്ക്ക് കൂടെ നിന്നു. ആരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല, ലഞ്ച് കഴിച്ചിട്ടില്ല. നമുക്ക് വിശപ്പൊന്നുമില്ല. കാരണം നമ്മുടെ മനസ്സിൽ നമ്മുടെ നെയ്ബർ മീൻസ് നമ്മുടെ ഒരുമിച്ചുള്ള ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് അവരവിടുന്ന് ഭക്ഷണം ഇല്ലാണ്ടും വെള്ളം ഇല്ലാണ്ടും കഷ്ടപ്പെടുമ്പം നമ്മളെ വിശപ്പൊന്നും നമുക്ക് അന്നേരം തോന്നുന്നില്ല. ഉപ്പും മുളകും അരിയും പഞ്ചസാരയും കുടിവെള്ളവും മുതൽ മരുന്നുവരെ ആളുകൾ എത്തിച്ചു. കേരളത്തിൽ മഹാപ്രളയത്തിന്റെ നാളുകളിൽ നാട്ടുകാർ നൽകിയ സഹായമാണ് ചിലർക്ക് കരുത്തായത്. എൻ്റെ വീട്ടിലൊക്കെ നല്ല പൊക്കത്തിൽ വെള്ളം ഉണ്ടായിരുന്നു. ആ സമയത്തും നാട്ടിലുള്ളവർ നമുക്ക് അത്രയും ഹെൽപ്ഫുൾ ആയിരുന്നു. ഇവിടെയുള്ളവർക്ക് ആവശ്യങ്ങളുണ്ട്, അത് നമുക്ക് ഈ സമയത്ത് നമുക്ക് ഇത്രയും ഈ എത്തിച്ചു കൊടുക്കാൻ പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഗ്രേറ്റ് എഫേർട്ട് ഫ്രം എവ്രി വൺ. വീട്ടമ്മമാർ മുന്നിട്ടിറങ്ങിയപ്പോൾ സഹായവുമായി ഭർത്താവും കുട്ടികളും കൂട്ടുകാരും അടക്കം എല്ലാവരും രംഗത്തെത്തി. ഷോപ്പിംഗ് മാളിൽ നിന്നും മാത്രമല്ല വീടുകളിൽ നിന്നും സാധനങ്ങൾ കൊണ്ടുവന്നു. മനുഷ്യരെ സഹായിക്കാൻ മലയാളികളെ ആരും പഠിപ്പിക്കേണ്ട. അവർ സ്ത്രീകളാണെങ്കിലും കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും എല്ലാം ഒരുമിച്ച് ഉണ്ടാകും ഏത് ദുരിതത്തിലും. അതിന്റെ കാഴ്ചയാണ് ഇത്. ദുബായിൽ നിന്നും മുഷീർ കൊടിയിലും സുരേഷ് വെളിമുറ്റം, മാതൃഭൂമി ന്യൂസ്.